എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ. രാവിലെ നമ്മൾ എഴുന്നേൽക്കുന്നുണ്ട്, ആ സമയം മുതൽ രാത്രി കിടന്ന് ഉറങ്ങുന്ന ആ സമയം വരെ നമ്മൾ ഏതൊക്കെ ഇമോഷൻസിലൂടെയാണ് കടന്നു പോകുന്നത്? ഫുൾ ടൈം ഒരു മനുഷ്യന് ഹാപ്പി ആയിരിക്കാൻ കഴിയില്ല, സാധ്യമല്ല. ഇറ്റ്സ് ഓക്കെ. പക്ഷേ 50%-നേക്കാൾ കൂടുതൽ നിങ്ങൾ നെഗറ്റീവ് ഇമോഷൻസിലൂടെയാണോ കടന്നു പോകുന്നത്? ടെൻഷൻ, ആങ്സൈറ്റി, ഓവർ തിങ്കിങ്, നെഗറ്റീവ് തോട്ട്സ്, ഇവയെല്ലാം നമ്മൾ ഈ അവസ്ഥയിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുന്നുണ്ടോ? നമ്മൾ അറിയാത്ത കാര്യമാണ്. നമ്മൾ ജീവിക്കുമ്പോൾ ഈവൻ ഒരു സീരിയൽ കാണുമ്പോൾ പോലും നമ്മൾ എന്തൊക്കെ, അല്ലെങ്കിൽ ഒരു പരസ്യം കാണുമ്പോൾ പോലും, ഒരു ഫിലിം കാണുമ്പോൾ പോലും, ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് കാണുമ്പോൾ പോലും നമ്മുടെ മനസ്സ് ഏതൊക്കെ രീതിയിലുള്ള ഇമോഷൻസിലൂടെയാണ് കടന്നു പോകുന്നുണ്ടാവുക. നമുക്ക് ദേഷ്യം വരും, വിഷമം വരും, അല്ലെങ്കിൽ ഒരുപാട് അതിനെ എതിർത്തുകൊണ്ടും അനുകൂലിച്ചുകൊണ്ടും നമ്മുടെ മനസ്സിനെ ചിന്തിച്ചു പോകും, ഇല്ലേ? പക്ഷെ ഇതിൻ്റെ പരിണിത ഫലങ്ങളൊക്കെ ആർക്കാണ് തിരിച്ചു കിട്ടുന്നത്? നമുക്ക് മാത്രം. നമ്മളുടെ ചിന്തകളെയാണ് ഇത് വല്ലാതെ ബാധിക്കുന്നത്. ജീവിതം വേണമെങ്കിൽ ആസ്വദിക്കാം, അല്ലെങ്കിൽ അനുഭവിക്കാം. ആസ്വദിക്കുക എന്ന് പറയുമ്പോൾ ബേസിക്കായിട്ട് നമ്മളുടെ കയ്യിൽ അത്യാവശ്യം മനസ്സമാധാനം നമ്മൾ ബുദ്ധിപൂർവ്വം ബോധപൂർവ്വം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളത്. അനുഭവിക്കുക എന്ന് പറയുമ്പോൾ ഒന്നിനെയും റിജക്റ്റ് ചെയ്യാതെ എല്ലാം എടുത്തു വാങ്ങിയിട്ട് അതിൽ വരുന്ന നെഗറ്റീവും കാര്യങ്ങളും ഒക്കെ നമ്മൾ എടുത്തുകൊണ്ട് കുറേ കഷ്ടപ്പാടും ദുരിതവും പ്രശ്നങ്ങളും മാത്രമാണ് ജീവിതത്തിലുള്ളത് എന്ന് സ്വയം അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതാണ്. ഒരിക്കലും നമ്മളുടെ ലൈഫിൽ കുറേ വിഷമങ്ങളൊന്നും ഉണ്ടാവില്ല. നമ്മൾ പ്രതീക്ഷിക്കുന്നത് കിട്ടാതെയാകുമ്പോൾ, അസുഖങ്ങൾ മാറ്റി നിർത്തിയാൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു അവസ്ഥയിലോട്ട് നമ്മൾ എത്തിച്ചേരാതിരിക്കുമ്പോഴുള്ള മറ്റു പല പ്രയാസങ്ങളാണ് നമ്മളെ പലപ്പോഴും അലട്ടുന്നുണ്ടാവുക, അല്ലേ? ഇവിടെയെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുക സ്വയം അലേർട്ടായിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. നമുക്ക് ചുറ്റുമുള്ള ഒരു അവസ്ഥയെയോ കൂടെയുള്ള ആളുകളെയോ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷേ നമുക്ക് നമ്മളുടെ മാനസികാവസ്ഥയും നമ്മുടെ മെൻ്റൽ ഹെൽത്തിന് പ്രയോറിറ്റി കൊടുക്കാൻ കഴിയും. എങ്ങനെയാണെന്നല്ലേ? നമ്മളുടെ എപ്പോഴും നമ്മൾ അലേർട്ടായിക്കൊണ്ടിരിക്കുക. ഞാൻ ഏത് അവസ്ഥയിലൂടെയാണ് പോകുന്നത്? രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഞാൻ ഏതൊക്കെ രീതിയിലുള്ള വാർത്തകളാണ് ഞാൻ കേൾക്കേണ്ടത്? രാവിലെ എഴുന്നേൽക്കുമ്പോൾ കൂടുതലായിട്ടും പത്രങ്ങളും അല്ലെങ്കിൽ ന്യൂസിലെ വാർത്തകളൊന്നും കേൾക്കാതിരിക്കുക. കുറച്ച് കഴിഞ്ഞതിന് ശേഷം കേൾക്കുകയാണ് നല്ലത്. അതായത് നമ്മൾ എന്താ പറയുക, ഏറ്റവും ഫ്രഷ് ആയിട്ടുള്ള സമയത്ത് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ പിന്നെ മൈൻഡ് നെഗറ്റീവിലോട്ട് സഞ്ചരിക്കാൻ തുടങ്ങും. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യുക. നെഗറ്റീവായിട്ടുള്ള ആളുകളിൽ നിന്ന് അവരെ പ്രയാസപ്പെടുത്താത്ത രീതിയിൽ മാറ്റി നിർത്തുക. എന്ത് തന്നെ നമ്മളിലേക്ക് പ്രോബ്ലംസ് വന്നാലും അതിൽ നമുക്ക് ഉത്തരവാദിയല്ല എങ്കിൽ ഒരു പരിധിയിൽ കൂടുതൽ അതിനു വേണ്ടി വിഷമിക്കാതിരിക്കുക. നമ്മളെ അംഗീകരിക്കാത്തവരുടെ മുന്നിൽ നമ്മൾ വലിയൊരാളാണെന്ന് തെളിയിക്കാൻ വേണ്ടി പ്രയാസപ്പെടാതിരിക്കുക. നമ്മളെക്കുറിച്ച് നമ്മൾ വിചാരിക്കുന്ന ഒരു കാര്യവും, നമ്മളെക്കുറിച്ച് ഏറ്റവും കോൺഫിഡൻ്റായി നമ്മൾ വിചാരിച്ച് വെച്ചിരിക്കുന്ന ഒരു കാര്യം നമ്മുടെ ആത്മാർത്ഥ സുഹൃത്തിനോ, അല്ലെങ്കിൽ നമ്മളുടെ അയൽവാസിക്കോ, അല്ലെങ്കിൽ നമ്മളുടെ നാട്ടിലൊരു വ്യക്തിക്കോ നമ്മൾ വിചാരിച്ച പോലെ അവരൊരിക്കലും നമ്മളെ മനസ്സിലാക്കിക്കൊള്ളണമെന്നില്ല. ഇത് അവരുടെ ഒരു പ്രോബ്ലം അല്ല. മനുഷ്യർക്ക് ഒരു വ്യക്തിയെ മാത്രമാണ് ആത്മാർത്ഥമായിട്ട് അറിയാൻ കഴിയുകയുള്ളൂ. അത് നമ്മൾ തന്നെയാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നമ്മൾ നാട്ടുകാർ എന്ന് പറയുന്ന പല ആളുകളുടെയും നാട്ടുകാരിൽ ഒരാൾ നമ്മൾ കൂടിയാണ്. നമ്മളും സത്യമല്ലാത്ത, കൃത്യമല്ലാത്ത കാര്യത്തെക്കുറിച്ച് നമ്മൾ അവർക്ക് വേണ്ടി ചിന്തിക്കാതിരിക്കുകയോ വാദിക്കാതിരിക്കുകയോ ചെയ്യുക. നമ്മളുടെ മാനസികാവസ്ഥയെ പ്രയാസപ്പെടുത്തുന്ന ഒരു രീതിയിലുള്ള പ്രശ്നം വരാനുണ്ട് സാധ്യത ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ, അത് സമയമാണെങ്കിലും സ്നേഹമാണെങ്കിലും നല്ല ബന്ധങ്ങളാണെങ്കിലും പണമിടപാടുകളാണെങ്കിലും മുൻകൂട്ടി നമുക്ക് കാണാൻ അത് സാധിക്കുകയാണെങ്കിൽ അത് നമ്മൾ ബോധപൂർവം വേണ്ടെന്ന് വെക്കുക. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ ഒരു പരിധിയിൽ കൂടുതൽ നമുക്ക് മനസ്സമാധാനത്തോടു കൂടി മുന്നോട്ട് പോകാൻ സാധിക്കും.